ഹായ്, എസ് പി ഉള്ളിലാണ്. നേരം ഇരുട്ടി വെളുത്തപ്പോൾ വെട്രോഡ് റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തൊരു റെയിൽവേയുടെ പരിഷ്കരണം വന്നിട്ടുണ്ട്. ആരും അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നും പറയരുത്. ഒരു പുതിയ ഹമ്പ് സംവിധാനം അഥവാ സ്പീഡ് ബ്രേക്കർ എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. റെയിൽവേ വാച്ചറോടുത്ത് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പക്ഷേ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നവരെ ഇല്ലാതിരുന്ന ഒരു സ്പീഡ് ബ്രേക്കർ ഇന്നിപ്പോൾ രാവിലെ അല്ലെങ്കിൽ നേരം പുലർന്നത് മുതൽ റോഡിൻ്റെ രണ്ട് വശത്തായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഹമ്പ് അഥവാ സ്പീഡ് ബ്രേക്കറിന് തൊട്ടടുത്തായിട്ട് പ്ലാസ്റ്റിക്കിൽ നിർമ്മിക്കുന്ന ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്പീഡ് ബ്രേക്കർ സംവിധാനം കൂടി വന്നിട്ടുണ്ട്. ദൃശ്യം ഒന്ന് കാണുക. കണ്ടല്ലോ, വേഗത നിയന്ത്രിക്കാനാണ് സാധാരണഗതിയിൽ സ്പീഡ് ബ്രേക്കറുകൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഈ തുടരെയുള്ള സ്പീഡ് ബ്രേക്കർ എന്തിനു വേണ്ടിയാണ്? ഇനിയിപ്പോൾ മുൻപ് റോഡിലുണ്ടാക്കിയിരിക്കുന്ന ഓൾറെഡി ഉള്ള ഹമ്പ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഹമ്പ് സ്ഥാപിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും റെയിൽവേയുടെ ഒരു പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഗേറ്റിന് തൊട്ടടുത്തായിട്ടുണ്ടായിരുന്ന ഹമ്പിന് തൊട്ട് അടുത്തായിട്ടാണ്, അതേ കണ്ടില്ലേ, ആ ഹമ്പ് സംവിധാനം വന്നിരിക്കുന്നത്. ആ ഒരു സ്പീഡ് ബ്രേക്കർ സംവിധാനം ഇനി വേഗതയിൽ വരുന്നവർ പൊടുന്നനെ ശ്രദ്ധിക്കാതെ ഹമ്പ് കയറുന്നൊരു സാഹചര്യം ഉണ്ടാകണ്ട. നിലവിൽ ഈ ടാറ് ചെയ്തു വെച്ചിരിക്കുന്ന സംവിധാനത്തിനനുസരിച്ച് ഉണ്ടാകണ്ട. അതിന് പകരമായിട്ടുള്ളൊരു പുതിയ സംവിധാനമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു പുതിയ സംവിധാനം, അതുകൊണ്ട് വേഗതയിലൊക്കെ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പോലെ ഒറ്റ ഹമ്പ് ചാടിയ പോലെ 3 ഹമ്പ് ഒരു സൈഡിൽ ചാടണം, അതുപോലെ അപ്പർ സൈഡിൽ. അപ്പോൾ റെയിൽവേ കടന്നു പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പാളം റെയിൽവേ ട്രാക്കിൻ്റെ നടുക്ക് വശത്ത് കുഴിഞ്ഞൊരവസ്ഥയുള്ളത് കൊണ്ട് അതും പതിയെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ റെയിൽവേ ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പരിഷ്കരണം കൂടി നിങ്ങൾ മറികടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് 2 വീലറുകാരാണ്. പലരും വിട്ടു വരുന്ന സന്ദർഭത്തിൽ ഇത് ശ്രദ്ധിക്കത്തില്ല. ചവിട്ടിയില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടുമെന്ന് കൂടി അറിയിക്കുകയാണ്. അപ്പോൾ റെയിൽവേയുടെ പുതിയ സ്പീഡ് ബ്രേക്കർ പരിഷ്കരണം എല്ലായിടത്തും വന്നു എന്നറിയില്ല. എന്തായാലും വെട്രോഡ് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ഇന്നലെ രാത്രി മുതൽ പുതിയ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളുമായി പാസ് ചെയ്യാനാണ് വന്നത്.